മാസ്റ്റർ സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 39. ബനാറസിലെ അഘോരി. അൽമോറയിൽ നിന്നും ഞാൻ ഡൽഹിയിലേക്ക് പോയി. അവിടെ നിന്നും ബനാറസിലേക്കും പോയി. ഞാൻ നേരെ പോയത് രാമകൃഷ്ണ മിഷൻ്റെ സേവാശ്രമത്തിലേക്കായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇറാഖി ഡോക്ടറായ സ്വാമി ദേവാത്മാനന്ദ വാഗ്ദാനം നൽകിയിരുന്നതുപോലെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് സേവാശ്രമത്തിലെ മുതിർന്ന സ്വാമിയെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം വളരെ ദയാലുവായ ഡോക്ടറായിരുന്നു. രണ്ടുപേരും എന്നോട് ഒരേ രീതിയിൽ അഭിപ്രായപ്പെട്ടു. ഞാൻ തീർച്ചയായും രാമകൃഷ്ണ മിഷൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ബേലൂർ മഠത്തിലെ സ്വാമി ഹിരൺമയാനന്ദന് എഴുതണമെന്നും ബേലൂർ മഠത്തിൽ ഒരു ബ്രഹ്മചാരിയാകുന്നതിന് അനുവാദം ചോദിക്കണമെന്നും രണ്ടുപേരും പറഞ്ഞു. അതുവരെയും എനിക്ക് സേവാശ്രമത്തിൽ കഴിയുകയും ചെയ്യാം. ഞാൻ സ്വാമി ഹിരൺമയാനന്ദന് എഴുതി. മറുപടി കാത്ത് ബനാറസിൽ 1 മാസം താമസിച്ചു. പ്രാചീന നഗരമായ ബനാറസ് ചുറ്റിക്കാണുന്നതിനുള്ള നല്ലൊരു അവസരമായിരുന്നു അത്. പ്രാചീന കാലം മുതൽക്ക് ബനാറസ് കാശി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രകാശം എന്നാണ് കാശി എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പുണ്യനഗരം വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതപരമായ പുരാതന പാരമ്പര്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഫാഹിയാൻ ഈ നഗരത്തെ പറ്റിയുള്ള വിവരണം നൽകിയിട്ടുണ്ട്. താൻ ഹെങ് ഗംഗ നദിയെ പിന്തുടർന്ന് കാശി രാജ്യത്തിലെ ബനാറസിൽ എങ്ങനെ എത്തിയെന്ന് വിവരിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഹുവാൻ സാങ്ങും കാശിയെ വാരാണസി എന്നാണ് വിളിക്കുന്നത്. മുഗളന്മാർ 8-ാം നൂറ്റാണ്ടിൽ കാശിയെ മുഹമ്മദാബാദ് എന്ന് നാമകരണം ചെയ്തുവെങ്കിലും കാശി തുടർന്നും കാശി എന്നോ വാരണാസി എന്നോ അറിയപ്പെട്ടു. പുരാണങ്ങളിലും ഈ പുണ്യനഗരിയെ അവിമുക്തക്ഷേത്രം, മഹാശ്മശാനം, ആനന്ദവനം എന്നീ പേരുകളിൽ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും കാശി എന്ന ജനപ്രിയ നാമത്തിലാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ഇടയിലും ഈ നഗരം അറിയപ്പെടുന്നത്. തീർത്ഥാടകരുടെ തിരക്കും ദുർഗന്ധപൂരിതമായ ഇടവഴികളും അപകടകാരികളായ കാളക്കൂറ്റന്മാരുടെ സ്വൈരവിഹാരവും ചതിയന്മാരായ കുരങ്ങുകളും മാലിന്യവും ഈച്ചകളും എങ്ങനെയും ധനമാർജിക്കണമെന്ന് ദുർമോഹമുള്ള പുരോഹിതന്മാരും സുലഭമാണെങ്കിലും വാരണാസിയിൽ എനിക്ക് വളരെയധികം മനഃശാന്തി ലഭിച്ചിരുന്നു. ആശ്രമത്തിൽ നിന്നും വളരെ അകലെ അല്ലാത്ത ദശാശ്വമേധ ഘാട്ടിൽ എന്നും പോകുന്നത് ഞാൻ ശീലമാക്കിയിരുന്നു. ലക്കും ലഗാനവുമില്ലാത്ത സൈക്കിൾ റിക്ഷാക്കളുടെയും കാവി വസ്ത്രധാരികളായ സന്യാസിമാരുടെയും നഗ്നരായ നാഗന്മാരുടെയും യാചകരുടെയും ഇടയിലൂടെയായിരുന്നു യാത്ര. ഘാട്ടിൽ അനേകം മഠങ്ങൾ ഉണ്ടായിരുന്നു. അവ പല വിഭാഗങ്ങളിൽപ്പെട്ട സന്യാസിമാരുടെയും യോഗികളുടെയും വകയായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഹിപ്പികളും മറ്റു സന്യാസിമാരുമായി ഇടകലർന്ന് സഞ്ചരിക്കുന്നത് കാണാമായിരുന്നു. ശ്രീ യോഗിരാജ് മഠത്തിലെയും ശ്രീ 108 ഭഗവാൻ ദാസ്ജിക മഠത്തിലെയും ഗായ്ചങ്ക മഠത്തിലെയും രാമാവത് സന്യാസിമാർ ചരസിൻ്റെയും കഞ്ചാവിൻ്റെയും പുകവലിക്കുന്നത് കാണുകയുണ്ടായി. മണികർണിക ഘട്ടും ഹരിചന്ദ്ര ഘാട്ടും ഞാൻ സന്ദർശിച്ചു. പ്രശസ്ത ഘാട്ടുകളിൽ ദിവസവും അനേകം ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നു. ശാങ്കര വിഭാഗത്തിൽപ്പെട്ട ദശനാമി സന്യാസികളാണ് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും വൈഷ്ണവരുടെ കേന്ദ്രങ്ങളും ഉണ്ട്. ഞാൻ കഴിയുന്നിടത്തോളം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ശ്രമിച്ചു. ബൗദ്ധ, ജൈന, സിഖ്, നിർമ്മൽ, ഉദാസീൻ, കബീർബന്ധ്, നാനാക്ബന്ധ്, രാമനന്ദി, രാമാനുജി, വല്ലഭ, മാധവ, നിംബാർക്ക, ഗൗഡിയ, വീരശൈവ, ബാബാജി ഉൾപ്പെടുന്ന ഗോരഖ് ബന്ധ് അഥവാ നാദസമ്പ്രദായ എന്നീ വിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളും സന്ദർശിച്ചു.
അനേകം പണ്ഡിതന്മാരെയും പുണ്യാത്മാക്കളെയും സന്ദർശിച്ചു. പ്രസിദ്ധിയാർജിച്ച ദണ്ഡി സന്യാസിയെയും പണ്ഡിതവരേണ്യനായ സ്വാമി കർപ്പത്രജിയെയും കാണാൻ ഭാഗ്യം സിദ്ധിച്ചു. സ്വാമി കർപ്പത്രജിയാണ് എനിക്ക് കാശി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണെന്നും കാശിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബ്രഹ്മപ്രകാശം അഥവാ ബ്രഹ്മജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. വേദാന്ത സംബന്ധമായ പല കാര്യങ്ങളും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വാമി ഹിരൺമയാനന്ദത്തിൽ നിന്നും കത്ത് കിട്ടുന്നതിന് 3 ദിവസം മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവലിംഗ ദർശനത്തിന് വേണ്ടി പോയി. ശിവലിംഗം ദർശിക്കുകയും ചെയ്തിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. മണികർണിക ഘട്ടിലേക്ക് തിരിച്ചു. അവിടെ എനിക്ക് ശരീരങ്ങൾ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. കടവിലെ പടികളിറങ്ങവേ ഏകാന്തമായ ഒരു ഇടം കണ്ടു. ഞാൻ ഗംഗയെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ ചിന്തകൾ ബാബാജിയെ പറ്റിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയായിരിക്കും? അദ്ദേഹം ഇപ്പോൾ ഹിമാലയത്തിൽ ചുറ്റിക്കറങ്ങുകയായിരിക്കുമോ? ഇപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം അനേകം വർഷങ്ങൾ ബനാറസിൽ ഉണ്ടായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സന്ദർഭവശാൽ അദ്ദേഹം ബനാറസിൽ ഉണ്ടെങ്കിൽ എന്നിൽ നിന്നും മറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല. സമയം സന്ധ്യയായി. ദേവാലയങ്ങളിൽ മണിമുഴക്കം കേട്ടു. കടവുകളിലും ഗംഗാനദിക്ക് ആരതി ഒഴിയുന്നുണ്ടായിരുന്നു. മധു, സുപരിചിതമായ ശബ്ദത്തിലുള്ള വിളി കേട്ട് ഞാൻ ഒന്ന് ഞെട്ടി. ഇത്രയും സ്നേഹസ്നിഗ്ധമായ സ്വരത്തിൽ ബാബാജിയല്ലാതെ മറ്റാരാണ് ഈ പേര് വിളിക്കുക? ഞാൻ ഇരിക്കുന്നിടത്തു നിന്നും 3 ചുവട് അകലെയാണ് അദ്ദേഹം നിന്നിരുന്നത്. ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്ന് ബാബാജി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടു വണങ്ങി. എങ്ങനെയുണ്ട് ബ്രഹ്മചാരി മഹാരാജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നിട്ട് എൻ്റെ തോളിൽ കൈവച്ചു. സുഖം തന്നെ, അങ്ങയുടെ കുറവ് മാത്രമേയുള്ളൂ. ഇന്ന് ഞാൻ നിന്നോടൊപ്പം 1-2 മണിക്കൂറേ ചെലവഴിക്കുകയുള്ളൂ. വൈരുദ്ധ്യങ്ങളുടെ വിചിത്രമായ നഗരമാണ് കാശി. ദീപങ്ങളുടെ നഗരമാണ്. എത്രയോ മഹാത്മാക്കൾ ഇവിടെ വാഴുന്നു. അവരിൽ പലരും നാം അറിയാത്തവരാണ്. ത്രൈലങ്ക സ്വാമിയെപ്പോലെയുള്ളവരുടെ പ്രശസ്തിക്ക് പിന്നിൽ സവിശേഷമായ ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമചരൺ ലാഹിരിയും. പക്ഷേ പലരും അറിയപ്പെടാതെ പോകുന്നു. നാം അറിയുന്നവരെക്കാൾ മഹത്തുക്കളാണ് അറിയപ്പെടാത്തവർ. ഈ മണികർണികയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്മശാനത്തിൽ ബാഹ്യലോകം അറിയാത്ത ഒരു മഹാത്മാവിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാഹ്യലോകം തിരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം പകുതി വെന്ത മനുഷ്യമാംസം ഭക്ഷിക്കുന്നുവെന്നും ഭ്രാന്തനെ പോലെ പെരുമാറുന്നുവെന്നും ആണ്. അദ്ദേഹം ഒരിക്കലും കുളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നഗ്നമായ ശരീരം പൊടി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ശ്മശാന ഭൂമിയിലെ ജീർണിച്ച പുരയിൽ ആണ് അദ്ദേഹത്തിൻ്റെ വാസം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അസ്ഥികളുടെ നടുവിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ ഇവയൊക്കെ അദ്ദേഹത്തെ ആരും ശല്യപ്പെടുത്താതിരിക്കാനുള്ള മറകൾ മാത്രമാണ്. മറ്റുള്ളവരെ പറ്റിക്കുന്നതിനു വേണ്ടിയുള്ള കപട തന്ത്രങ്ങളാണ്. അതിലൂടെ അദ്ദേഹത്തിന് ശാന്തമായി സ്വതന്ത്രത്തോടെ ഏകാന്തതയിൽ ഇരുന്ന് ആധ്യാത്മികമായ പരമാനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. അർഹതയുള്ളവർക്ക് അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വരൂ, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഇരുട്ട് വീണ് തുടങ്ങിയിരുന്ന സമയത്ത് ശ്മശാന ഭൂമിയിലൂടെ നടന്ന് മണികർണിക കടവിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിലെത്തി. നേരെ നോക്കിയാൽ തകരം കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ പുര കാണാം. ആ പുരയിൽ നിന്നും ഉറക്കെയുള്ള അസഭ്യവാക്കുകൾ കേൾക്കാമായിരുന്നു. ഹിന്ദി ഭാഷയിലെ പുഴുത്ത തെറികളാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 പേരും തകരം കൊണ്ട് മേഞ്ഞ പുരയുടെ സമീപമെത്തിയപ്പോൾ തടിച്ചു കൊഴുത്ത ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. താടി നീട്ടി വളർത്തിയ അയാൾ നഗ്നനായിരുന്നു. ഭയം ജനിപ്പിക്കുന്ന ചുരുണ്ട മുടി അയാൾ തലപ്പാവ് പോലെ തലയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന അയാളുടെ മുന്നിൽ ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്നുണ്ടായിരുന്നു. പുരയുടെ നടുക്ക് കത്തിച്ചു വെച്ചിരുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അയാൾക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന അസ്ഥികൾ കണ്ടു.
എന്നെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ബാബാജി മന്ത്രിച്ചു. നിൽക്കൂ, അദ്ദേഹം തൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ. അഘോരി അലറുന്ന ശബ്ദത്തിൽ പറയുകയായിരുന്നു. എടോ മഹാപാപി, താൻ എന്നെ വിഡ്ഢിയാക്കാമെന്ന് വിചാരിച്ചു അല്ലേ? താൻ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്ത് എത്രയോ സാധുക്കളുടെ രക്തം ഊറ്റിക്കുടിച്ചു. എത്രയോ സാധുക്കളെ ചതിച്ച് അവരുടെ ഭൂമി കൈക്കലാക്കി. പലിശ തന്ന് തീർക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തവല്ലേ? കൊടും പാതകങ്ങൾ ചെയ്തിട്ട് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മധുര പലഹാരങ്ങളുമായി എത്തിയിരിക്കുന്നു. താൻ ചെയ്ത പാപങ്ങളുടെ കറ കഴുകിക്കളയാൻ ഇതുകൊണ്ടാകുമോ? എനിക്ക് തൻ്റെ മധുര പലഹാരം ആവശ്യമില്ല. ഇതെനിക്ക് വിഷത്തിന് തുല്യമാണ്. തന്നെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് താൻ ഇവിടെ നിന്നും പോകുന്നതായിരിക്കും നല്ലത്. സിൽക്ക് ഷർട്ട് ധരിച്ച പണം പലിശ കൊടുക്കുന്ന അയാൾ എന്തോ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അഘോരി പ്രതികരിച്ചത് അയാൾ കൊണ്ടുപോകുന്ന മധുര പലഹാരങ്ങളുടെ പെട്ടികൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ്. അവയിൽ ഒരു പെട്ടി എൻ്റെ തലയിൽ കൊള്ളാതെ തലയ്ക്കു മീതെ പാഞ്ഞു. പേടിച്ചു വിറച്ചുകൊണ്ട് സിൽക്ക് ഷർട്ട് ധരിച്ച അയാൾ അവിടെ നിന്നും പലായനം ചെയ്തു. ഞങ്ങളുടെ മുന്നിലൂടെയാണ് അയാൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയത്. പിന്നീട് ആ സ്ത്രീ മാത്രം അവശേഷിച്ചു. അവളുടെ കൗശലം കണ്ട് ഞാൻ അതിശയിച്ചു. അവളുടെ മുന്നിൽ നടന്ന സംഭവം കണ്ടിട്ടും അവൾക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ കഴിഞ്ഞുവെന്ന് ആലോചിച്ച് ഞാൻ അതിശയിച്ചു. അഘോരി ആ സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? എനിക്കിപ്പോൾ ഭ്രാന്താണ്. എന്തു ചെയ്യും എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. സ്ത്രീ നിന്നിടത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, മഹാത്മാക്കൾ ഇങ്ങനെ പെരുമാറുമെങ്കിലും അവരുടെ ഹൃദയം പവിത്രമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങയെ പേടിയില്ല. ഞാൻ ലൗകിക ജീവിതം ശരിക്കും ആസ്വദിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ മായാലോകത്തിൽ നിന്നും മോചനം വേണം. സത്യം അറിയണം. അങ്ങ് എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അഘോരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, ഒരു വലിയ സാധക എത്തിയിരിക്കുന്നു. നടിക്കാൻ മിടുക്കിയായ നീ പലരെയും വഞ്ചിച്ചിട്ടുള്ളവൾ ആണ്. ഇപ്പോൾ എന്നെയും വഞ്ചിക്കാമെന്ന് വിചാരിക്കുന്നു. സമർപ്പണം ചെയ്യാൻ വന്നിരിക്കുന്നു. നീ എന്തിനും തയ്യാറാണ് എന്നല്ലേ പറഞ്ഞത്? ശരി, നീ ഇപ്പോൾ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റൂ. ഞാൻ നിന്റെ മാറിടം ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ ആഘാതമേറ്റതുപോലെ ധരിച്ചു നിന്നു. എന്നിട്ട് അവൾ നിലവിളിച്ചു പറഞ്ഞു, എടോ നീച, വൃത്തികെട്ടവനെ, ഞാൻ തന്നെ ഒരു പാഠം പഠിപ്പിക്കും. താമസം വിന ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ ആകും. അവൾ അഘോരിയെ ശപിച്ചുകൊണ്ട് അവിടെ നിന്നും പാഞ്ഞുപോയി. ഞങ്ങൾ രണ്ടുപേരും സംഭവങ്ങൾക്ക് സാക്ഷിയായി പുരയുടെ പുറത്തിരുട്ടത്ത് നിൽക്കുകയായിരുന്നു. അഘോരി സന്തോഷം കൊണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, വിഡ്ഢികൾ, അവർ എന്നെപ്പറ്റി എന്തു വിചാരിക്കുന്നു? ഞാൻ രണ്ടുപേരെയും വിരട്ടി ഓടിച്ചു. അല്ലയോ യോഗി മഹാരാജ്, ഇരുട്ടത്ത് മറിഞ്ഞു നിൽക്കേണ്ട. ദയവായി കടന്നു വന്നാലും. രണ്ടുപേരെയും കാത്തു നിർത്തിയതിൽ അതിയായി ഖേദിക്കുന്നു. ഞങ്ങൾ പുരയ്ക്കുള്ളിലേക്ക് കടന്നു. ഉടനെ അഘോരി ആദരവോടെ എണീറ്റു നിന്നു. ഞങ്ങൾ രണ്ടുപേരെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. ദയവായി ഇരുന്നാലും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുന്നതിന് ശേഷം അഘോരിയും ഇരുന്നു. അഘോരിയുടെ ശരീരമാകെ അഴുക്കും പൊടിയും പൊതിഞ്ഞിരുന്നുവെങ്കിലും ആ ശരീരത്തിൽ നിന്നും ഹൃദ്യമായ സുഗന്ധം പുറപ്പെടുന്നുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെ പരിമളമാണ് അനുഭവപ്പെട്ടത്. യോഗി മഹാരാജനെ കണ്ടിട്ട് നാളുകൾ ഏറെയായല്ലോ. എൻ്റെ നാടകം താങ്കൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. ഈ യുവാവിനെയല്ലേ അങ്ങ് കണ്ടെത്തിയത്? കുട്ടി എന്നെ കണ്ടു ഭയന്നു? ഇല്ല, ഞാൻ പറഞ്ഞു. ഉടനെ ബാബാജി അറിയിച്ചു, ഞാൻ താങ്കളെ കാണിക്കാൻ കൂടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. ശ്രീ ഗുരു ബാബ അങ്ങയെ ദർശിക്കണമെന്ന് എന്നോട് ആജ്ഞാപിച്ചിരുന്നു. താങ്കൾ എങ്ങനെ ആളുകളെ മാറ്റിയെടുക്കുന്നു എന്നത് ഈ യുവാവും കാണട്ടെ എന്ന് വിചാരിച്ചു. ഇതുവരെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. യോഗി മഹാരാജ്, അങ്ങ് ഈ യുവാവിനെ ഇതുമാത്രം കാണിച്ചു കൊടുത്താൽ പോരാ. ഇതിനേക്കാൾ മഹത്തായതും കാണിച്ചു കൊടുക്കണം. ഇതും കൂടിയാകട്ടെ. മുമ്പിൽ കണ്ടത് അത്യുത്ഭുതകരമായ കാഴ്ചയായിരുന്നു. അഘോരിയുടെ ശരീരം പൊടുന്നനെ അപ്രത്യക്ഷമായി. തൽസ്ഥാനത്ത് അതീവ സുന്ദരനായ ഒരു യുവാവിൻ്റെ രൂപം പ്രകടമായി. ചുവന്ന സിൽക്ക് കൊണ്ടുള്ള കൗപീനമാണ് ധരിച്ചിരുന്നത്. കഴുത്തിൽ രുദ്രാക്ഷമാല അണിഞ്ഞിരുന്നു. ശ്രീ ഗുരു ബാബയ്യല്ലാതെ മറ്റൊരാളിലും ഇത്രയും ശോഭയാർന്ന യുവചൈതന്യം ദർശിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്നും മടങ്ങുമ്പോൾ ബാബാജി പറഞ്ഞു,
നീ ഇപ്പോൾ കണ്ടതാണ് യോഗിയുടെ യഥാർത്ഥ രൂപം. നേരത്തെ കണ്ടത് കപടവേഷമായിരുന്നു. നേരെ ആശ്രമത്തിലേക്ക് പോകൂ. ശ്മശാനത്തിൽ വെച്ച് കണ്ടതൊന്നും ആരോടും പറയരുത്. നിനക്ക് വേലൂർ മഠത്തിൽ നിന്നും കത്ത് ഉടനെ കിട്ടും. വേലൂർ മഠത്തിൽ പോയി അവിടെ കുറേ സമയം ചെലവഴിക്കൂ. സമയമാകുമ്പോൾ ഞാൻ ബന്ധപ്പെടാം. ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. നിവർന്ന് എണീറ്റപ്പോൾ അദ്ദേഹം അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. ഞാൻ വളരെ വൈകിയാണ് ആശ്രമത്തിൽ മടങ്ങിയെത്തിയത്. ഞാൻ എൻ്റെ ചെറിയ മുറിയിലേക്ക് പോയി. കുറച്ചു സമയം ധ്യാനിച്ചു. എന്നിട്ട് ഉറങ്ങാൻ കിടന്നു. എനിക്ക് സ്വാമി ഹിരൺമയാനന്ദയിൽ നിന്നും വേലൂർ മഠത്തിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടി. പ്രാരംഭ പരിശീലന ഘട്ടത്തിനു മുമ്പുള്ള പരിശീലന കേന്ദ്രത്തിൽ ചേരാൻ വേണ്ടി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയായ സ്വാമി ആത്മാനന്ദൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സംതൃപ്തി തോന്നുകയും പ്രീ പ്രൊഫഷണറി ട്രെയിനിങ് സെറ്റിൽ പ്രവേശനം നൽകുകയും ചെയ്തു. അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേലൂർ മഠത്തിൽ വെച്ച് എനിക്ക് രാമകൃഷ്ണ മിഷനിലെ പല മുതിർന്ന സന്യാസിമാരുമായി പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും ആശീർവാദവും എനിക്ക് ലഭിച്ചു. 2 മാസത്തിന് ശേഷം ഞാൻ ശ്രീ ചന്ദൻ മഹാരാജവുമായി പരിചയപ്പെട്ടു. അദ്ദേഹം തൊട്ടടുത്ത സംസ്ഥാനമായ ബീഹാറിലെ ദേവഗഡിയിൽ ആൺകുട്ടികൾക്കു വേണ്ടിയുള്ള ബോർഡിംഗ് സ്കൂളായ രാമകൃഷ്ണ വിദ്യാപീഠിൻ്റെ തലവനായിരുന്നു. ഈ വിദ്യാപീഠിലേക്ക് എന്നെ സ്ഥലം മാറ്റി അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു. സ്ഥലം മാറ്റം വിദ്യാപീഠിലെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞാൻ സീനിയർ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. സീനിയർ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ വാർഡൻ്റെ ചുമതലയും വഹിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ ഒഴിവുള്ള സമയങ്ങളിൽ കരാട്ടയും മാജിക്കും പഠിപ്പിച്ചു. അച്ചടക്കം കുറവായിരുന്ന സീനിയർ വിദ്യാർത്ഥികളുമായി എനിക്ക് സൗഹൃദം പുലർത്താൻ കഴിഞ്ഞു. അവർ എനിക്ക് ഇരട്ട പേരുകളും തന്നു. കരാട്ടെ മഹാരാജ് എന്നും മാജിക് മഹാരാജ് എന്നും ആയിരുന്നു പേരുകൾ. എനിക്ക് കേന്ദ്രത്തിൻ്റെ തലവനോടൊപ്പം ഹൂഗ്ലി ജില്ല മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണാനും ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ട കമർപൂഗാർ, ജയറാംവാടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരമുണ്ടായി. ബംഗാളിലെ ഗ്രാമങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു. വിദ്യാപീഠിൽ നിന്നും വളരെ അകലെ അല്ലായിരുന്നു പ്രസിദ്ധമായ വൈദ്യനാഥ ശിവക്ഷേത്രം. ഈ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു. ഞാൻ 2 തവണ ഈ ക്ഷേത്രം ദർശിച്ചു. വേറൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു അപൂർവത ഈ ക്ഷേത്രത്തിൽ അവകാശപ്പെട്ടതാണ്. ദേവാലയ പരിസരത്തുള്ള പീടികയിൽ നിന്ന് ഭക്തന്മാർക്ക് കഞ്ചാവ് വാങ്ങാനും അത് നേർച്ചയ്ക്കായി കൊടുത്ത് അത് പ്രസാദമായി തിരികെ വാങ്ങി ഉപയോഗിക്കാനും വൈദ്യനാഥ ശിവക്ഷേത്രത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള അവസരം ലോകത്തിൽ ആംസ്റ്റർഡാമിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രമേയുള്ളൂ. ശ്രീ ശ്യാം ചരൺ ലാഹിരിയിൽ നിന്ന് ക്രിയായോഗ അഭ്യസിച്ച ബാലചന്ദ്ര ബ്രഹ്മചാരി നിർമ്മിച്ച ധ്യാനത്തിനു വേണ്ടിയുള്ള ഗുഹകൾ ക്ഷേത്രത്തിന് സമീപം തന്നെ ഉണ്ട്. ഞാൻ ദേവഗഡിയിൽ ഏകദേശം 1 കൊല്ലത്തോളം പ്രവർത്തിച്ചു. അപ്പോഴേക്കും എനിക്ക് ബാബാജിയിൽ നിന്ന് സൂചന ലഭിച്ചു. ഒരു രാത്രിയിൽ ബാബാജി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അധ്യാപക ജീവിതം മതിയാക്കൂ, വീട്ടിലേക്ക് മടങ്ങൂ. അദ്ദേഹം ഇത് 3 പ്രാവശ്യം വ്യക്തമായി പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ദേവഗഡിൽ നിന്നും യാത്രയായി. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി. അപ്പോഴേക്കും എൻ്റെ അച്ഛനമ്മമാർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ചെന്നൈയിലെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടെയുള്ള എൻ്റെ ദീർഘകാലത്തെ അപ്രത്യക്ഷമാകലും പിന്നീട് പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടലും വീട്ടുകാർക്ക് ചിരപരിചിതമായ ഒരു കാര്യമായി കഴിഞ്ഞതിനാൽ അവരിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട് എന്ന കാര്യത്തിൽ അവർ ആശ്വാസം കൊണ്ടു. ഞാൻ വീട്ടിൽ സ്ഥിരതാമസമാക്കി. അച്ഛൻ്റെ ഫാർമസി ബിസിനസ്സിൽ സഹായിക്കാനും തുടങ്ങി. സമയം കിട്ടിയിരുന്നപ്പോഴെല്ലാം ശ്രീരാമകൃഷ്ണ മിഷനും മറ്റും ആധ്യാത്മിക കേന്ദ്രങ്ങളും സന്ദർശിച്ചിരുന്നു. ഞങ്ങളുടെ വീട് കടൽക്കരയിൽ നിന്നും അധികം ദൂരം അല്ലായിരുന്നു. അതിനാൽ ഞാൻ കൂടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നു.
ജെ കൃഷ്ണമൂർത്തിയുടെ കൃതികൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വസന്ത് വിഹാറിലെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നെ അത്യധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളച്ചുകെട്ടില്ലാത്തതും ഹൃദയത്തെ സ്പർശിക്കുന്നതുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് സ്വാമി തപസ്യാനന്ദനെ പരിചയമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള രാമകൃഷ്ണ മിഷൻ്റെ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചെന്നൈ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനും ലോകാടിസ്ഥാനത്തിൽ രാമകൃഷ്ണ മിഷൻ്റെ ഉപാധ്യക്ഷനാണെന്നും അറിയാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യവും അറിയാൻ കഴിഞ്ഞു. സന്യാസ ദീക്ഷ നൽകുന്നതിനുള്ള അധികാരം വേലൂർ മഠത്തിലെ മിഷൻ പ്രസിഡന്റിനെ കൂടാതെ സ്വാമി തപസ്യാനന്ദനിലും നിക്ഷിപ്തമായിരുന്നു. അനുയോജ്യമായവർക്ക് മൂലമന്ത്രം ഉപദേശിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്നും മന്ത്രദീക്ഷ കിട്ടാൻ അതിയായി ആഗ്രഹിച്ചു. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ മഠത്തിൽ ചെന്ന് എൻ്റെ അഭിലാഷം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, മറ്റന്നാൾ ഗുരുപൂർണിമയാണ്. മന്ത്രദീക്ഷയ്ക്കായി ഒരുങ്ങി വന്നുകൊള്ളൂ. സ്നാനം ചെയ്തിട്ട് വേണം വരേണ്ടത്. പുതിയ ഒരു മുണ്ടും കുറച്ച് പൂക്കളും കൊണ്ടുവരണം. ശ്രീരാമകൃഷ്ണന് ദക്ഷിണ അർപ്പിക്കാനായി കുറച്ച് പണവും വേണം. ഗുരുപൂർണിമ ദിനത്തിൽ എനിക്ക് ശ്രീരാമകൃഷ്ണ മന്ത്രദീക്ഷ ലഭിച്ചു. ദീക്ഷ നൽകിയ സമയത്ത് സ്വാമി തപസ്യാനന്ദൻ്റെ മുഖം പ്രഫുല്ലമായിരുന്നു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു. എൻ്റെ ഹൃദയചക്രത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ വിരാജിക്കുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ അച്ഛനമ്മമാരോടൊപ്പം ചെന്നൈയിൽ 8 മാസം ചെലവഴിച്ചു. ബാബാജിയിൽ നിന്നും ഏതു നിമിഷവും കിട്ടാവുന്ന മറ്റൊരു സൂചനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.